JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡിന്റെ ഷോർട്ട് ലിസ്റ്റ് എന്ന് വരും എന്നുള്ള ആശങ്കയിലായിരുന്നു ഉദ്യോഗാർത്ഥികൾ. എന്നാൽ ആശങ്കയ്ക്കെല്ലാം തന്നെ വിരാമമായിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് മാർക്ക്, അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ സപ്ലിമെന്റ് ലിസ്റ്റിൽ എത്ര പേരാണ് ഉള്ളത്, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 065/2024 RS 16,500 44,050 ആണ് സ്കെയിൽ ഓഫ് പേ. അതിന്റെ പരീക്ഷ OMR ടെസ്റ്റ് ഹെൽഡ് ഓൺ 26/10/2024 അപ്പോൾ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ്, സപ്ലിമെന്റ് ലിസ്റ്റിൽ എത്ര പേരാണ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 735 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ സപ്ലിമെന്ററി ലിസ്റ്റ് 773 പേരാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 32 പേരാണ്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 1540 ആണ്. ലിസ്റ്റ് 2000-ന് മുകളിൽ ലിസ്റ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. ഉദ്യോഗാർത്ഥികളുടെ എല്ലാം തന്നെ പ്രതീക്ഷയെ ഒരു വിഷമത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൽ വളരെയധികം ഉയർച്ചയുണ്ടായി. അതുമാത്രമല്ല ധാരാളം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തിക പരീക്ഷയായിരുന്നു ഈ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. പ്രസ്തുത പരീക്ഷയ്ക്ക് ധാരാളം ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് ഷോർട്ട് ലിസ്റ്റിൽ ആകെ 1540 പേരാണ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ സപ്ലിമെന്റ് ലിസ്റ്റും എല്ലാം ഉൾപ്പെടെ വന്നിട്ടുള്ളത്. പക്ഷേ ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ ലിസ്റ്റ് വിപുലീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ പരാതി സമർപ്പിക്കുകയും നമ്മുടെ അക്കാഡമി വഴിയൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ പരാതികളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരാതികളൊന്നും തന്നെ ഉൾക്കൊള്ളാത്ത രീതിയിലാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേക്കൻസികളൊക്കെ തന്നെ നിലവിൽ ഉണ്ട് എങ്കിൽ പോലും ആ വേക്കൻസികൾക്ക് ആനുപാതികമായിട്ടുള്ള ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നുള്ള അഭിപ്രായം. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഇപ്പോൾ ഫോൺ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ലിസ്റ്റ് വിപുലീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ ലിസ്റ്റ് വിപുലീകരിക്കാൻ വേണ്ട നടപടികളൊന്നും തന്നെ PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഒരു 3000 പേരുടെ ലിസ്റ്റെങ്കിലും PSC പ്രസിദ്ധീകരിച്ചിരുന്നു എങ്കിൽ ധാരാളം ഒഴിവുകൾ ഇനിയും, ലിസ്റ്റിന്റെ പരമാവധി കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ ധാരാളം വേക്കൻസികൾ ഒഴിവുകൾ ഇനിയും റിപ്പോർട്ട് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോൾ ഇനി നിലവിലത്തെ സാഹചര്യത്തിൽ 1 വർഷം കൊണ്ട് തീർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ലിസ്റ്റിന്റെ ചുരുക്കത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 83.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് മാർക്ക് വളരെയധികം ഉയർത്തി ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വരുത്തുകയാണ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ഒഴിവിന് ആനുപാതികമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ഉദ്യോഗാർത്ഥികൾ പോരാ എന്നുള്ളതാണ് ധാരാളം ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ ലിസ്റ്റ് വിപുലീകരിക്കാൻ വേണ്ട നടപടികളൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചു. പ്രസ്തുത നിവേദനങ്ങളൊന്നും തന്നെ PSC ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഉയരുകയും ലിസ്റ്റ് ചുരുക്കി ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.